അള്ളാഹുവിനോട് നടത്തേണ്ടതായ വിളിയോ അർത്ഥനയോ അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും നടത്താൻ പാടില്ല എന്ന വിഷയത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു തർക്കമേ ഉണ്ടായിട്ടില്ല. കാരണം ഈ മതപ്രമാണത്തിന്റെ 7 അയലത്തു നിന്നുകൊണ്ട്, ഇസ്ലാമിന്റെ 7 അയലത്തു നിന്നുകൊണ്ട് പറയാൻ പറ്റാത്തൊരു വാദമാണ് അള്ളാഹുവിന് നടത്തേണ്ട വിളിയോ അർത്ഥനയോ തേട്ടമോ അള്ളാഹു അല്ലാത്തവരോട് നടത്താമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വാദം മുസ്ലിമീങ്ങൾ ഒരു കാലത്തും അവകാശപ്പെട്ടിട്ടില്ല. കേരളത്തിലെ മുസ്ലിമീങ്ങളും അങ്ങനെ ഒരു വാദമുള്ളവരെ ആയിരുന്നില്ല, ഇന്നും അങ്ങനെ ഒരു വാദമുള്ളവരല്ല. എന്നാൽ 20കളുടെ ശേഷം മുസ്ലിം സമുദായത്തിലേക്ക് വഹാബിസം സ്ഥാപിച്ചെടുക്കാൻ നിലവിലുള്ള മുസ്ലിമീങ്ങളിൽ ഷിർക്കിന്റെ ചാപ്പ കുത്താൻ വേണ്ടി വഹാബികൾ നമുക്കെതിരെ ഉന്നയിച്ച ഏറ്റവും അപകടകരമായ ഒരു ആരോപണമാണ് നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആളുകളാണ്. നമ്മൾ അള്ളാഹുവിന് നടത്തേണ്ട അർത്ഥനയും വിളിയുമൊക്കെ അള്ളാഹു അല്ലാത്ത മറ്റു പലതിലേക്കും നൽകാമെന്ന് പറയുന്നവരാണ് എന്ന നമുക്കില്ലാത്തൊരു വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വെളിയങ്കോട്ടമ്പ്ര മൗലവിയുടെ അത് തുടങ്ങി അതുപോലെ എല്ലാ വഹാബി പുരോഹിതന്മാരുടെയും പാഠാണങ്ങളിലും പ്രഭാഷണങ്ങളിലും ധാരാളമായി ശിർക്കാരോപണത്തെ സ്ഥാപിച്ചെടുക്കാൻ ഇത്തരം ഒരു ആരോപണം നമുക്കെതിരെ ഉന്നയിക്കുന്നത് കാണാം. അതേ ആരോപണം ഇന്നും കവലകളിൽ വഹാബികൾ ഉന്നയിക്കുകയാണ്. ഒരു വഹാബി പുരോഹിതൻ തെരുവിൽ പ്രസംഗിക്കുകയാണ്, മുസ്ലിമീങ്ങളായ സമസ്തയുടെ പ്രതിനിധികളായ ആശയക്കാരായ സുന്നികളായ നമ്മളും വഹാബികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ എന്നതാണ് വഹാബികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, മുസ്ലിമീങ്ങളും വഹാബികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമെന്ന് മുസ്ലിമീങ്ങൾക്ക് നേരെ അപകടകരമായി നമുക്കില്ലാത്തൊരു വാദം വെച്ച് കെട്ടി വഹാബി പുരോഹിതൻ ഉന്നയിക്കുകയാണ്. സമസ്തയുമായി നമ്മൾ ഏറ്റവും പ്രമുഖമായി തർക്കത്തിലിരിക്കുന്ന ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടാണോ അള്ളാഹുവോടാണോ നടത്തേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇസ്ലാമിന്റെ 7 അയലത്തു നിന്നുകൊണ്ട് അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല എന്നിരിക്കെ ഏത് മുസ്ലിമാണ് സഹോദരന്മാരെ അങ്ങനെ ഒരു വാദം നടന്നത്? വഹാബികളോട് നമ്മൾ ഖണ്ഡനം നടത്തുന്നത്, സംവാദം നടത്തുന്നത്, അള്ളാഹുവിനോട് നടത്തേണ്ട വിളിയും അർത്ഥനയും പ്രാർത്ഥനയും തേട്ടവും ഒക്കെ അള്ളാഹു അല്ലാത്തവരോട് നടത്താമെന്ന് വാദിക്കാനോ സ്ഥാപിക്കാനോ സ്ഥിരീകരിക്കാനോ അല്ല വഹാബികളോട് നമ്മൾ വാദപ്രതിവാദം നടത്തുന്നത്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസവും നമുക്കില്ല. മുസ്ലിം മുഖ്യധാരക്കുമേൽ ഷിർക്കിന്റെ ചാപ്പ കുത്തിയിട്ട് അതിനെ ന്യായീകരിക്കാൻ നമുക്കില്ലാത്തൊരു വാദം വഹാബികൾ നമ്മുടെ പെരടിയിൽ വെച്ച് കെട്ടുകയാണ്. അങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഇനി അതിനെ സ്ഥാപിക്കാൻ വേണ്ടി മറ്റു ചില കളവുകൾ വഹാബികൾക്ക് പറയേണ്ടി വരികയാണ്. അതിലൊരു കളവെന്താണ്? വഹാബികൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദമുണ്ട്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന വാദം. തീർച്ചയായും വഹാബികൾ പരിചയപ്പെടുത്തുന്ന ആ പ്രാർത്ഥന ഇബ്ലീസിന്റെ വാദമാണ് എന്ന് അന്നും ഇന്നും ഏത് കാലത്തും നമ്മൾ മുസ്ലിമീങ്ങളെ തെര്യപ്പെടുത്താനും ബോധവൽക്കരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അത് വഹാബികൾ പരിചയപ്പെടുത്തുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ പ്രസംഗിച്ചതോ എഴുതിയതോ ആയ ചില പരാമർശങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നടത്താമെന്ന വാദം നമുക്കുണ്ടെന്ന് മൗലവി തുടർന്നുള്ള അതേ ക്ലിപ്പിൽ വിശദീകരിക്കുന്നത്. അല്ലേ, ഞാൻ നിങ്ങൾക്ക് ഈ വിഷയത്തിലൊക്കെ സമസ്തയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില വാചകമൊക്കെ ഒന്ന് വായിക്കാം. മൗലവി വായിക്കുന്ന ഒരു വാചകത്തിലും പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു അല്ലാത്തവരോട് പാടില്ല എന്ന് പറഞ്ഞ ദുആ, അള്ളാഹു അല്ലാത്തവരോട് നടത്താൻ പാടില്ലാത്ത പ്രാർത്ഥന അള്ളാഹു അല്ലാത്തൊരു വ്യക്തിയോടോ ശക്തിയോടോ വസ്തുവിനോടോ നടത്താമെന്ന് പറയുന്ന ഒരു വാദം മുസ്ലിമീങ്ങൾ ഉന്നയിച്ചിട്ടേ ഇല്ല. ആടിനെ പട്ടിയാക്കി വിശ്വാസികളായ ദുർബലരെ കബളിപ്പിക്കാനാണ് വഹാബികൾ ഏത് കാലത്തും ഇത്തരം പ്രചാരണം ഏറ്റുപിടിക്കുന്നത്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി. അത് എന്നും നമ്മളത് തെര്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വഹാബികൾ പറയുന്ന പ്രാർത്ഥന അത് ഇബ്ലീസിന്റെ വാദമാണ്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ വഹാബികൾ ഉയർത്തിപ്പിടിച്ച വാദം അത് ഇബ്ലീസിന്റെ വാദമാണ്. എന്തുകൊണ്ട്? വഹാബികൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, അത് തനിച്ച യുക്തിവാദമാണ്. വഹാബികൾ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അത് തിരിച്ചും അത് തീർത്തും മതവിരുദ്ധമായ യുക്തിവാദമാണ്. ആ
പ്രാർത്ഥന എന്താണ്? അദൃശ്യമായ വഴികളിലൂടെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തലച്ചോറിൽ മനസ്സിലാകാത്ത കോലത്തിലൂടെ ഒരു വസ്തുവിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ ഒരു സഹായം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അപകടം പ്രതീക്ഷിക്കുന്നത്, ആ വസ്തുവിനെ വ്യക്തിയെ ദൈവമാക്കലാണ് എന്ന വാചകമാണ്, ആശയമാണ് വഹാബികൾ കൊണ്ടുവന്ന പ്രാർത്ഥനയുടെ ആകത്തുക. എന്ന് പറഞ്ഞാൽ രാമൻ വൈദ്യരുടെ അരീഷ്ടം കുടിച്ചാൽ വയറുവേദന മാറിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ലാബിൽ കൊണ്ടുപോയാൽ ഒരു പക്ഷേ ഉത്തരം കിട്ടും. എന്നാൽ പറയാണ്, സംസം വെള്ളം കുടിച്ചാൽ വയറുവേദന മാറണമെന്ന് ഉദ്ദേശിച്ചാൽ ഫലം കിട്ടും എന്ന് പറഞ്ഞാൽ, ഈ സംസം വെള്ളം കുടിച്ചിട്ട് വയറുവേദന മാറിയത് എങ്ങനെയെന്ന് ലാബിൽ കൊണ്ടുപോയാൽ മനസ്സിലാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആശയം, അത് സംസം വെള്ളത്തിലൂടെ നമ്മൾ രോഗശമനം പ്രതീക്ഷിച്ചാൽ അത് സംസം വെള്ളത്തെ ദൈവാക്കലാണ് എന്നാണ് വഹാബികളുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന നിർവചനം വഹാബികൾ എന്തിനു കൊണ്ടുവന്നതാണ്? മഹാരഥന്മാരായ അംബിയാ ഉലിയാക്കളിലൂടെ മരണശേഷം അവരിൽ നിന്ന് സഹായം ലഭിക്കുന്നതിന്റെ വഴി നമുക്കറിയില്ല. നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവർ വിളി കേൾക്കുന്നത് അറിയുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഭൗതികമായി അറിയില്ല. ആ വിളി കേട്ടിട്ട് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് സാങ്കേതികമായി നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. എന്നാൽ ഇസ്ലാമിൽ പ്രമാണങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട അള്ളാഹുവിന്റെ അമ്പിയാക്കളിലൂടെ, ഔലിയാക്കളിലൂടെ അവൻ പ്രകടമാക്കുന്ന കഴിവുകളാണ്. ഇതിനെ തലകൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വഹാബികൾ ഇതിനെ നിഷേധിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു പ്രാർത്ഥനാ നിർവചനമുണ്ട്. അത് ലോകത്താദ്യമായി പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? അത് അൽ-ഇസ്ലാഹ് മാസികയിൽ 2007 അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന വഹാബി പുരോഹിതൻ എഴുതുകയാണ്. വഹാബികൾ ഇബാദത്തിന് നിർവചനമായി പറയാറുള്ളത് ഇന്ന് പിളർപ്പന്മാർക്ക് അഫീകാര്യനായ ഇമാം റഷീദുരിള തന്റെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായമാണ്. അപ്പൊ റഷീദുരിള എന്ന് പറയുന്ന കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലത്തെ സലഫു സ്വാലിഹീങ്ങളും പൂർവിക പണ്ഡിതന്മാരും പരിചയപ്പെടാത്ത, വിശ്വസിക്കാത്ത, പഠിപ്പിക്കാത്ത ഒരു നിർവചനം, കറാമത്ത് മുഅ്ജിസത്തുകൾ അടക്കമുള്ള തലക്കൊക്കാത്ത വിഷയങ്ങളെ നിരാകരിക്കാൻ മതയുക്തിവാദിയായ റഷീദുരിള കൊണ്ടുവന്ന ഒരു നിർവചനം. ആ നിർവചന പിൻബലത്തിൽ വഹാബികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന അത് ഇബ്ലീസിന്റെ വാദമാണ്. കാരണം ആ പ്രാർത്ഥനയുടെ നിർവചനം പഠിപ്പിച്ച റഷീദുരിള ആരാണ്? അള്ളാഹുവിന്റെ ഖുർആനിൽ അംബിയാ ഉലിയാക്കളുടെ മുഅ്ജിസത്ത് കറാമത്ത് പറഞ്ഞതുകൊണ്ടാണ് കുറെ യൂറോപ്യന്മാര് മുസ്ലിമാകാതെ പോയത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ റഷീദുരിള. ആ റഷീദുരിള തന്റെ ഈ യുക്തിവാദത്തെ സ്ഥാപിച്ചെടുക്കാൻ കൊണ്ടുവന്ന ഒരു പ്രാർത്ഥന നിർവചനമാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ആശയത്തിലൂടെ വഹാബികൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് അന്നും ഇന്നും നമ്മൾ പറയുന്നുണ്ട് ആ വാദം ഇബ്ലീസിന്റെ വാദമാണ്, അത് ഇസ്ലാമിന്റെ വാദമല്ല. അതുകൊണ്ട് തന്നെ ആ വാദം വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹിനോട് നടത്തേണ്ട പ്രാർത്ഥന നടത്താമെന്ന വാദം നമുക്കുണ്ടെന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കലാണ്. ഹാഷിം നഈമി എന്ന് പറയുന്ന ഒരു ഉസ്താദ് എഴുതിയതാണ്. എല്ലാ ഉസ്താദുമാരെ എഴുതിന്റെ അർത്ഥം അതാണ്. നിങ്ങൾ പറയുന്ന പ്രാർത്ഥന ഇബ്ലീസിന്റെ വാദമാണ്. നിങ്ങൾക്ക് എങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഞങ്ങൾക്കൊക്കെ അഭിപ്രായമുണ്ട്. വഹാബികൾ പറയുന്ന പ്രാർത്ഥന ഇബ്ലീസിന്റെ വാദം തന്നെയാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയാണെന്നാണ്. ഇബ്ലീസിന്റെ പ്രമേയം നമ്മൾ നിൽക്കുന്ന പാളയം മുന്നോട്ട് വെക്കുന്ന ആശയാണ്. അത് വഹാബി പാളയം മുന്നോട്ട് വെക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞത്. ആ പ്രാർത്ഥനാ നിർവചനം ലോകത്താദ്യമായി പറഞ്ഞത് മതയുക്തിവാദിയായ മുഅ്ജിസത്ത് കറാമത്ത് വിരോധിയായ റഷീദുരിളയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തി ഇസ്ലാമിലെ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹ്ക്ക് നടത്തുന്നത് നടത്താമെന്ന വാദം മുസ്ലിമീങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഇനിയോ മൗലൈമാര് ചെയ്യുന്ന മറ്റൊരു കബളിപ്പിക്കലുണ്ട്. സോഷ്യൽ മീഡിയകളിലൊക്കെ നിരന്തരമായി വഹാബികൾ ചെയ്യുന്ന കുതന്ത്രമായതുകൊണ്ടാണ് സാന്ദർഭികമായി ഇത് സൂചിപ്പിക്കുന്നത്. നമ്മൾ മുശ്രിക്കുകളാണ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയാൻ വഹാബികൾ കൊണ്ടുവരുന്ന രണ്ടാമത്തെ കുതന്ത്രം എന്താണ്? പ്രാർത്ഥന എന്ന പദം, ആ പദത്തിന് മലയാളത്തിൽ പല അർത്ഥങ്ങളുമുണ്ട്. ഇതുപോലെ ദുആ എന്ന അറബി പദത്തിനും അറബി ഭാഷ
ഭാഷയിൽ പല അർത്ഥങ്ങളുമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ തന്നെ ദുആ എന്ന വാക്കിന് 237 സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഖുർആൻ ദുആ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ 16 അർത്ഥങ്ങളിൽ ഈ 237 പദങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ പ്രയോഗിച്ചതിൽ ഒരു അർത്ഥം മാത്രമാണ് നമ്മൾ പറയുന്ന സാങ്കേതികമായ ദുആ, അഥവാ അള്ളാഹുവിനുള്ള ഇബാദത്തായി വരുന്ന ദുആ. അതുകൊണ്ട് തന്നെ പല അർത്ഥങ്ങളും ദുആയിനുണ്ട് എന്നതുപോലെ പ്രാർത്ഥന എന്ന മലയാള പദത്തിനും പല അർത്ഥങ്ങളും ഉണ്ട്. ആ പ്രാർത്ഥന എന്ന മലയാള പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ ചിലർ പ്രയോഗിച്ച ചില പരാമർശങ്ങളെ എടുത്തുകൊണ്ടാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദം നമുക്കുണ്ടെന്ന് മൗലവിമാര് പറയുന്നത്. അതിന്റെ ഭാഗമായി മൗലവി പറയാണ്, നമ്മളോട് മുസ്ലിംമാർ എന്തു പറയും? അള്ളാഹിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അല്ലാത്ത വാദം നമുക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആ അഭിപ്രായവും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞങ്ങളെ കയ്യിൽ ക്ലിപ്പുണ്ട് എന്നാണ് മൗലവി പറയുന്നത്. മാത്രല്ല ചിലപ്പോഴൊക്കെ എന്താ നമ്മക്ക് പറഞ്ഞുതരാ, നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് അങ്ങനെ പ്രാർത്ഥിക്കണമെന്നില്ല. ഇതന്നെയാണ് എല്ലാരോടും പറഞ്ഞു കൊടുക്കുക. അതന്നെയാണ് നമ്മുടെ വാദവും. അള്ളാഹുവിനോട് നടത്തേണ്ട വിളിയോ തേട്ടമോ അർത്ഥനയോ അള്ളാഹു അല്ലാത്ത ഒരാളോടും നടത്താൻ പാടില്ല. നമ്മൾ സഹായതേട്ടേ നടത്തുന്നുള്ളൂ. സഹായതേട്ടമാണ് നമ്മൾ നടത്തുന്നത്. ആ സഹായതേട്ടത്തിന് ഭാഷാപരമായി പ്രാർത്ഥന എന്ന് ചിലപ്പോൾ ചിലയിടങ്ങളിൽ എഴുത്തിലോ പ്രസംഗത്തിലോ ആരെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടാകും. ഏതുപോലെ ദുആ എന്ന അറബി പദത്തെ അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന ഉദ്ദേശത്തിലും ആശയത്തിലും അല്ലാതെ ഭാഷാപരമായി പലയിടങ്ങളിൽ ഖുർആൻ പ്രയോഗിച്ചതുപോലെ തന്നെ വെറും സഹായതേട്ടം മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂ. അമ്പിയ ഔലിയാക്കളോട് നമ്മൾ നടത്തുന്ന ഇസ്തിഗാസ വെറും സഹായതേട്ടമാണ്, കേവലം സഹായതേട്ടമാണ്. അപ്പോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന അഭിപ്രായം നമുക്കുണ്ട് എന്നതിന് ഇനി മൗലവി തെളിവ് കൊണ്ടുവരുന്നത് എന്താണ്? മൗലവിമാര് വട്ടം കൂടിയിട്ട് ആടിനെ പട്ടിയൊക്കെയാണ്. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദി അടുത്ത ദിവസം നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറയുന്നിടത്ത് ബദരീങ്ങളോട് ഇസ്തിഗാസ നടത്തി, ബദരീങ്ങളോട് സഹായം തേടി എന്ന് പറയുന്നിടത്ത് സഹായം തേടുക അല്ലെങ്കിൽ അപേക്ഷിക്കുക എന്ന അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ന മലയാള പദത്തെ ഭാഷാപരമായി ഉപയോഗിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥന അള്ളാഹു അല്ലാതെ ബദരീങ്ങളോടും നമ്മൾ നടത്തുന്നുണ്ട് എന്ന് സ്ഥാപിക്കാൻ വഹാബി പുരോഹിതന്മാർ ശ്രമിക്കുന്നത്. അള്ളാഹു നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് തന്നെ നേർക്ക് നേരെ അവർ തന്നെ പ്രഖ്യാപിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അതാ ഇതുവരെ നമ്മൾ അങ്ങനെ പറയലില്ല എന്ന് ഇയാൾ പറയണേ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് നമ്മൾ പറയലില്ല ഇതുവരെ എന്നാണ് ഇയാൾ പറയണേ. മറ്റേ മൂപ്പര് പറഞ്ഞത് പണ്ടേ നമ്മൾ അങ്ങനെ പറയലുണ്ട് എന്നാണ്. അതന്നെ ഒരു വൈരുദ്ധ്യമാണ്. ഇനി അദ്ദേഹം അതിന് തെളിവായി കൊണ്ടുവരുന്നത് ഭാഷാപരമായി ഉപയോഗിച്ച പ്രാർത്ഥന എന്ന പദത്തെയാണ്. സാക്ഷാൽ കാന്തപുരം മുസ്ലിയുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഒരു ക്ലിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇത് പറഞ്ഞതിന്റെ ശേഷം ഇനി ഭാഷാപരമായി അതിന്റെ അർത്ഥം ഒന്നുകൂടി മൂപ്പര് പറയുന്നുണ്ട്, സഹായം തേടി. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. സഹായ തേട്ടത്തെയാണ് ഭാഷാപരമായി ഇവിടെ പ്രാർത്ഥന എന്ന് ഉപയോഗിച്ചത്. അത് അള്ളാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥനയും തേട്ടവും അല്ല, അത് ഭാഷാപരമായ പ്രയോഗമാണ്. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഇടതേട്ടമായിരുന്നു. അതാണ് ഇടതേട്ടമാണത്, ഇടയിൽ വെച്ച് തേടുകയാണ്. അപ്പോ ബദരീങ്ങൾ തലക്കലല്ല, നടുവിലാണ്. അതുകൊണ്ട് തന്നെ അത് ബദരീങ്ങളോടുള്ള പ്രാർത്ഥനയല്ല, ബദരീങ്ങൾ മുഖേന അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. ഇവിടെ പ്രാർത്ഥന എന്നതിനെ ഭാഷാപരമായി സഹായം തേടി അപേക്ഷിച്ചു എന്ന ഉദ്ദേശത്തിൽ ഉപയോഗിച്ചതാണ്. അതേ സമയത്ത് ഭാഷാപരമായ പ്രാർത്ഥനയല്ലാതെ സാങ്കേതികമായി അള്ളാഹുവാണ് ഉടമക്കാരനാണ് ഇലാഹാണ് എന്ന ഉദ്ദേശത്തിലോ വിശ്വാസത്തിലോ നടത്തിയ തേട്ടമല്ല. അതുകൊണ്ട് അത് സാങ്കേതികമായുള്ള പ്രാർത്ഥനയുമല്ല. ഇടതേട്ടവും ഇസ്തിഗാസയും ദുആവും എല്ലാം ഒന്ന് തന്നെയാണ്.
ഭാഷാപരമായി ഇസ്തിഗാസയും പ്രാർത്ഥനയും ഒക്കെ ഒന്ന് തന്നെയാണ്. അതേ സമയത്ത് ഇസ്ലാമിന്റെ സാങ്കേതികമായ ഭാഷ പറയുമ്പോൾ പ്രാർത്ഥന ഒന്ന് വേറെയാണ്, ഇസ്തിഗാസ ഒന്ന് വേറെയാണ്. അദ്ദേഹം തന്നെ ഈ ചെയ്തിയിലൂടെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതേതായിരുന്നാലും ഒരു സാധാരണ സംസ്കാരം പറയാൻ പറ്റില്ല. അപ്പൊ പണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്ന് നിങ്ങൾ തന്നെയല്ലേ പ്രചരിപ്പിക്കണത്. അപ്പം ഭാഷാപരമായ ഒരു പ്രയോഗത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇനി ബാലുശ്ശേരി മൗലവി വന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങള് ഹക്കീം മസേരിക്ക് 313 ദൈവങ്ങളുണ്ടെന്നാണ്. എന്താണ് 313 ദൈവമുണ്ട് എന്ന് പറയാനുള്ള കാരണം? അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലക്ക് ബദരീങ്ങളോട് ഇസ്തിഗാസ നടത്തിയതിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുദ്ധരിച്ചുകൊണ്ട് മൗലവി പറയാണ്, ബദരീങ്ങളെ സഹായം തേടി എന്നതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഹക്കീം മസേരിക്ക് 313 ദൈവങ്ങളുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇന്നല്ലാഹ സാലിസു സലാസ. അല്ലാഹു മൂവരിലൊരാളാണ്. എന്താണ് ക്രൈസ്തവരുടെ വിശ്വാസം? ഇന്നല്ലാഹ സാലിസു സലാസ. ക്രൈസ്തവരുടെ വിശ്വാസം അല്ലാഹു ഏകനാണ് എന്നല്ല, മറിച്ച് ഈസാ നബിയും മറിയം ബീവിയും ഒക്കെ കൂടിയതാണ് ദൈവമെന്നാണ്. അതുകൊണ്ടാണ് കൊട്ടപ്പുറം സംവാദത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ അല്ലാഹു ആഫിയത്തുള്ള ആയുസ്സേറ്റി കൊടുക്കട്ടെ, വഹാബി പുരോഹിതന്മാരൊരു കുതന്ത്രം ഒപ്പിച്ചു. അതെന്താണ്? കന്യാമറിയമേ സഹായിക്കണേ എന്ന് തേടാൻ പറ്റുമോ? കന്യാമറിയമേ സഹായിക്കണേ എന്ന് തേടാൻ പറ്റുമോ എന്ന് ബഹുമാനപ്പെട്ട AP ഉസ്താദിനോട് വഹാബി പുരോഹിതന്മാര് ചോദിക്കുകയാണ്. അപ്പോ AP ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ഒരു മറിയമാനെ ഞങ്ങൾക്ക് പരിചയമല്ല, അതാരാണ്? അതേ സമയത്ത് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് ആ മറിയം ബീവിക്ക് കൊടുത്ത കറാമത്ത് തേടിയാൽ അത് ശിർക്കല്ല. ഇവിടെ കന്യാമറിയം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കൊരു വലിയ തല്ല. അവർ കന്യാമറിയമിൽ നിന്ന് തേടുന്നത് അള്ളാഹുവിന്റെ അടിമ എന്ന നിലക്ക് അള്ളാഹു പ്രകടമാക്കുന്ന കറാമത്തുമല്ല. ഇതുപോലെ ഈസാ നബി അലൈഹിസ്സലാം, യഥാർത്ഥത്തിൽ ഈസാ നബി തന്നെയാണോ ക്രൈസ്തവർ പറയുന്ന യേശു ക്രിസ്തു? ഈ ക്രൈസ്തവർ ഉയർത്തിക്കാണിക്കുന്ന രൂപങ്ങളും അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയും അല്ല ഈസാ അലൈഹിസ്സലാം. കാരണം ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഒരിക്കലും ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടില്ല. വലാകിൻ ശുബ്ബിഹ, ഈസാ നബിക്ക് അല്ലെ രൂപസാദൃശ്യം മറ്റൊരാളിൽ കൊടുത്തതാണ്. അപ്പൊ ഇവരീ കൊണ്ടെടുക്കുന്നതല്ല നമ്മളെ ഈസാ അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അവർ തേടുന്ന, അവർ വിശ്വസിക്കുന്ന ഈസാ നബി പ്രവാചകനല്ല. അവർ ഈസാ നബിയിൽ നിന്ന് തേടുന്നത് ഒരിക്കലും മുഅ്ജിസത്തുമല്ല. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തേടുന്നത് മുഅ്ജിസത്താണ്. ആ ഹബീബായ തങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവമെന്നു തന്നെയല്ല. അതുകൊണ്ടല്ലേ ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ആ ബുർദയിൽ അവിടുന്ന് അടിവരയിട്ടുകൊണ്ട് തൗഹീദിന്റെ മർമ്മം പറയുകയാണ്. ഇന്നല്ലാഹ സാലിസു സലാസ എന്ന് ഈസാ അലൈഹിസ്സലാമിലും മാതാവിലും ആരോപിച്ച ക്രൈസ്തവരുടെ വിശ്വാസം നിങ്ങൾ വെച്ചു പുലർത്തരുത് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ ഗ്രന്ഥമാണ്, കാവ്യമാണ് ബുർദ. എന്നാലും വഹാബികൾ അതിൽ ശിർക്കുണ്ടെന്ന് പറയുന്നതിന്റെ കാരണം മറ്റൊന്നാണ്. ഇരിക്കട്ടെ, മുഅ്ജിസത്ത് വിരോധമാണ്, കറാമത്ത് വിരോധമാണ്. ഇനി മൗലവി തുടരാണ്. അങ്ങനല്ലേ? കാന്തവരേപ്പിയൊക്കെ മുസ്ലിം കേട്ടിട്ടുണ്ടോ? അതിനെ കേൾക്കാത്ത ആൾക്കാർ ഭൂമി മലയാളത്തിലുണ്ടോ, ലോകത്തിന്റെ ചോട്ടിലുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഓലക്കൊന്ന് കയ്യൊന്തിക്ക് കേട്ടോല്. AP ഉസ്താദിനെ കേട്ടോലൊന്ന് കയ്യൊന്തിക്ക് വഹാബിയാളെ സദസ്സിൽ ഇയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഹജ്ജിന് പോയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയ്യൊന്തിച്ചാണ്, ഉംറക്ക് പോയാലുണ്ടെങ്കിൽ ഒന്ന് കയ്യൊന്തിച്ചാണ് എന്നൊക്കെ നമ്മൾ അതിർപ്പത്ത് പറയില്ലേ? വഹാബി ആ ഒരു കോലത്തിലപ്പോ അത് മനസ്സിലാക്കുന്നത്. മോനുണ്ട് അബ്ദുൽ ഹക്കീം, അതൊരു 1.5 മോനുമാണ്, ബാപ്പാക്കൊത്ത മോനാണ്. അള്ളാഹു രണ്ടാക്കും ആഫിയത്തും ആയുസ്സും കൊടുക്കട്ടെ. അബ്ദുൽ ഹക്കീം പറയുന്നത് എന്തറിയോ? 314 ദൈവമുണ്ട്. എത്രണ്ട്? കാന്തപുരത്തിന്റെ പൊന്നാര പുത്രൻ ലോകത്തോട് പറയുന്നത് 314 ദൈവമുണ്ട്. ആരെങ്കിലും ഭൂമി മലയാളത്തിൽ അങ്ങനെ ഹക്കീം ഉസ്താദിന്റെ ഒരു പ്രസംഗം കേട്ടുക്കണം? ഇനി ഹക്കീം ഉസ്താദിന്റെ പ്രസംഗം ഇംഗ്ലീഷിലും ഉറുദുവിലും ഞമ്മക്ക് തിരിയാത്ത പല ഭാഷയിലും ഉണ്ടാവും. ഏതെങ്കിലും ഭാഷയിൽ ആരെങ്കിലും അങ്ങനെ ഒരു പരാമർശം കേട്ടിട്ടുണ്ടോ? ഇല്ല. ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് ഹക്കീം ഉസ്താദ് പറഞ്ഞപ്പോൾ അത് ശിർക്കും അത് ബദരീങ്ങളെ ദൈവമാക്കലും ആകാതിരുന്നത് എന്തുകൊണ്ടാണ്? ബദരീങ്ങൾ ദൈവമാണ്. 313
133 1.5 ഇലാഹ് പോലും ഉണ്ട് എന്ന് ഹക്കീം ഉസ്താദ് വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യാത്തത് കൊണ്ടാണ്. അദ്ദേഹം എന്ന് മാത്രമല്ല ഒരു സുന്നിക്കും അങ്ങനെ വിശ്വാസമില്ല. നമുക്കില്ലാത്ത വിശ്വാസം നമ്മുടെ പെരടിയിൽ വെച്ച് കെട്ടുകയാണ്. അതിന് മൗലവിമാർ ഉപയോഗപ്പെടുത്തിയതോ പ്രാർത്ഥന എന്ന ഒരു പദത്തെ ഭാഷാപരമായി അപേക്ഷിച്ചു സഹായം തേടി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതാണ്. ഇനി ഹക്കീം ഉസ്താദിന് 313 ദൈവമുണ്ട്, മുസ്ലിമീങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നവരാണ് എന്ന് സ്ഥാപിക്കാൻ മൗലവി ഖവാരിജികളെ പിന്തുടർന്നുകൊണ്ട് ഒരു ആയത്ത് ഓതുകയാണ്. ആ ആയത്ത് സൂറത്തുൻ നൂഹിലെ ആയത്താണ്. പക്ഷേ ആയത്ത് ഇങ്ങനെ മൗലവി ഓതി വരുമ്പോൾ എന്താ കിട്ടുക നിങ്ങളെ? ഹക്കീം അസ്ഗരിക്ക് മാത്രല്ല നൂഹ് നബിക്കും 900 ദൈവമുണ്ട് എന്ന് വരികയാണ്. കാരണം എന്താണ്? മൗലവി അതിനെ സ്ഥാപിക്കാൻ വേണ്ടി ഓതിയ സൂറത്തുൻ നൂഹിലെ ആയത്ത് ഏതാണ്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറാ. നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്, റബ്ബി തമ്പുരാനെ ഇന്നി ദഅവ്തു. വഹാബികളുടെ അർത്ഥപ്രകാരം എന്താണ് പറയേണ്ടത്? ഞാൻ ആരാധിച്ചു, ഞാൻ ദ്വാരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു. ആരോട്? ഖൗമി, എന്റെ നാട്ടുകാരോട്. ലൈലം വനഹാറ, രാപ്പകൽ വ്യത്യാസമില്ലാതെ. അപ്പോ മലയാള പ്രസംഗത്തിൽ ഹക്കീം അസ്ഗരി ഭാഷാപരമായി പ്രാർത്ഥന എന്ന് ഉപയോഗിച്ചതുകൊണ്ട് ഹക്കീം അസ്ഗരിക്ക് ഇസ്തിഗാസ ചെയ്യപ്പെട്ട 313 ബദരീങ്ങൾ ദൈവമാവുകയും പ്രാർത്ഥന ആ അർത്ഥത്തിൽ ആരാധനയാവുകയും ചെയ്യുകയാണെങ്കിൽ ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ എന്ന് പറഞ്ഞു കൊടുത്ത ദുആവും അതുപോലെയാകണം. ആവൂല. എന്തുകൊണ്ട്? പ്രാർത്ഥന എന്ന പദത്തിനുമുണ്ട് പല അർത്ഥങ്ങളും, ദുആ എന്ന വാക്കിനുമുണ്ട് പല അർത്ഥങ്ങൾ. ഏത് വിശ്വാസത്തിലാണോ ഇത് പ്രയോഗിച്ചതും പ്രവർത്തിച്ചതും അതിനനുസരിച്ചാണ് അത് ഇബാദത്തും അല്ലാത്തതുമാകുന്നത്. ഇന്ന് കേരളത്തിൽ ഒരു മൊയ്ലിയാരുടെ അഖീദയും നബിമാർക്ക് ഉണ്ടായിരുന്നില്ല. അത് മൗലവിമാരും മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്ന നബിമാരെ മൗലവിമാര് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് തെളിയിക്കാൻ കഴിവോടുകൂടിയ ഞാൻ ഇവിടെ കയറിയിരിക്കണം. അത്ര ഇയാൾക്ക് സംഗതി ഒരു ലൂസ് കണക്ഷനുള്ള പ്രശ്നമുള്ളൂ, വേറെ കഴിവുകേടൊന്നുമില്ല. വലിയ കഴിവോടുകൂടി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ കേട്ടോളിട്ടോ. ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ. ആയത്ത് എന്തിനാ ഓതുന്നത്? ബദരീങ്ങളോട് സഹായം തേടി അപേക്ഷിച്ചു എന്ന അർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് ഉപയോഗിച്ച ഹക്കീം അസ്ഗരിക്ക് 313 ദൈവമുണ്ട് എന്ന് പറയാനാണ്. അത് പറയാൻ വേണ്ടി ഇനി മൗലവി ആയത്തങ്ങട്ട് ഓതിയാൽ നൂഹ് നബിക്ക് 900 ദൈവമുണ്ട് എന്ന് വരാൻ പോകുകയാണ്. എന്റെ റബ്ബേ ഇന്നി ദഅവ്തു ഖൗമി, ഞാൻ എന്റെ ജനതയോട് ആരാധിച്ചു പടച്ചോനെ, ഞാൻ എന്റെ ജനതയോട് പ്രാർത്ഥിച്ചു പടച്ചോനെ. നാട്ടുകാരോട് ദ്വാരക്കണ പണി ഇനി നൂഹ് നബി. അപ്പൊ നാട്ടുകാരൊക്കെ നൂഹ് നബിയുടെ ദൈവമാണ്, ഇലാഹാണ്. ജനങ്ങളെ ക്ഷണിച്ചു. അല്ലല്ല, ഞാൻ ഈ ജനങ്ങളോട് പ്രാർത്ഥിച്ചു, ഞാൻ ഈ ജനങ്ങൾക്ക് ആരാധിച്ചു. അങ്ങനെയാണ് അർത്ഥം വെക്കണ്ടേ. വിളിച്ചു. എങ്ങോട്ട്? നിന്നിലേക്ക്. അതാണ്. അപ്പൊ ദുആ എന്നതിന് ഇവിടെ എങ്ങനെയാണോ വിളിയായത്, ഇവിടെ എങ്ങനെയാണോ ക്ഷണായത്, അങ്ങനെയാണ് അവിടെ പ്രാർത്ഥിച്ചു എന്നതിന് അപേക്ഷിച്ചു എന്ന അർത്ഥമായത്. അപ്പൊ അവിടെ 313 ദൈവങ്ങളും ഉണ്ടായിട്ടില്ല, ഇവിടെ നൂഹ് നബിക്ക് 900 ദൈവങ്ങളും ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ദുആഇനെ പല അർത്ഥത്തിലും ഉപയോഗിക്കുന്നത് പോലെ മലയാളത്തിലെ പ്രാർത്ഥനയും ഉപയോഗിച്ചതാണ്. ഇനി അതൊന്നുകൂടി വ്യക്തമാകാൻ മൗലവി അതേ സൂറത്തിൽ നിന്ന് വേറെ ഒരു ആയത്തോതുകയാണ്. ആയത്തോതിയിട്ട് മൗലവി ജമാഅത്തെ ഇസ്ലാമിക്ക് തൗഹീദ് പഠിപ്പിക്കുകയാണ്. എന്താ കാരണം? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു ബദരീങ്ങളെ വിളിച്ചാൽ ബദരീങ്ങൾ ദൈവമാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ ബദരീങ്ങളോട് സഹായം തേടിയ മാത്രല്ല ഇസ്ലാം എന്ന് പുറത്തു പോകുക. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മുസ്ലിം ഭരണാധികാരികളെ വഴിപ്പെട്ടാലും അനുസരിച്ചാലും അത് രാജ്യത്തെ നരേന്ദ്രമോദിയെ ദൈവാക്കലാണ്, പിണറായിയെ പടച്ചോനാക്കലാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി വാദിച്ച് അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കാൻ പാടില്ല, അത് അവർക്കുള്ള ഇബാദത്താണ് എന്നും പറഞ്ഞ് രംഗത്ത് വന്നു. അങ്ങനെ ഓല് പറഞ്ഞു സുന്നിയാള് മക്ബറിൽ പോയിട്ടാണ് മുശ്രിക്കായതെങ്കിൽ വഹാബികൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് മുശ്രിക്കായത് എന്ന് പറഞ്ഞു വന്നപ്പോ ബാലുശ്ശേരി മൗലവി ഇത്താഅത്തും അതുപോലെ തന്നെ ഇബാദത്തും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്തോതിയിട്ട് എന്താണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് പറയുന്നത്? അനിഅ്ബുദുല്ലാഹ വത്തഖൂഹു വഅതീഊൻ. നൂഹ് നബി
അലൈഹിസ്സലാം ജനങ്ങളോട് പറയാണ് അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഇബാദത്ത് ചെയ്യണം, വത്തഖൂഹു, അല്ലാഹുവിനെ സൂക്ഷിക്കണം, വഅതീഊൻ, എന്നെ വഴിപ്പെടണം, എന്നെ അനുസരിക്കണം. ഈ ആയത്ത് ഓതിയിട്ട് മൗലവി പറയാണ്, ജമാഅത്തുകാർ പറയണ ഇത്താഅത്തൊന്ന് വേറെയാണ്, എല്ലാ ഇത്താഅത്തും ഇബാദത്തല്ല. ഇതുപോലെ എല്ലാ ദുആവും ഇബാദത്തല്ല. ജമാഅത്തെ ഇസ്ലാമിക്കും പിരിഞ്ഞു പോകാം, വഹാബികൾക്കും ഈ ആയത്ത് ക്ലിയർ ആവുന്നതോടുകൂടെ പിരിഞ്ഞു പോകാവുന്നതാണ്. നൂഹ് നബി പറയാണ്, നൂഹ് നബിനെ അല്ലാഹു അയച്ചു അവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി. ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറും മുബീൻ, ജനങ്ങളെ ഞാൻ നിങ്ങൾക്കുള്ള വ്യക്തമായ താക്കീതുകാരനാണ്. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ്. അനി അബ്ദുല്ലാഹ് വത്തഖൂഹു, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം, അവന് നിങ്ങൾ തഖ്വയുള്ളവരാകണം, നിങ്ങൾ എന്നെ അനുസരിക്കണം. നൂഹ് അലൈഹിസ്സലാം പറയാണ്, അനുസരണം വേറെ, ഇബാദത്ത് വേറെ. ജമാഅത്തെ വിളി വേറെ, പ്രാർത്ഥന വേറെ, സഹായതേട്ടം വേറെ, ഇബാദത്ത് വേറെ, ഇസ്തിഗാസ വേറെ, ഇബാദത്ത് വേറെ. എത്ര ക്ലിയറാണ്. ഇസ്ലാമിക്കുള്ള തിരുത്താണ് ഈ വചനം. അതേ ആയത്ത് വഹാബിയക്കുള്ള തിരുത്താണ്. എല്ലാ ദുആവും ഇബാദത്തല്ല. അങ്ങനെ ആയാൽ ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹറ എന്നിടത്ത് നൂഹ് നബി ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. എല്ലാ പ്രാർത്ഥനയും ഇബാദത്തല്ല, സാങ്കേതികമായ പ്രാർത്ഥനയാണ് ഇബാദത്ത്. ഇസ്ലാമിക്കുള്ള തിരുത്ത് എന്താ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, എന്നെ ഇത്വാഅത്ത് ചെയ്യണം. അപ്പൊ ഇത്വാഅത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തല്ല അല്ല എന്നതുപോലെ സാങ്കേതികമല്ലാത്ത ദുആവും പ്രാർത്ഥനയും ഇബാദത്തല്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യ, എന്നെ ഇബാദത്ത് ചെയ്യാന്ന് പറയും, അതുണ്ടാവില്ല. റസൂലിനുള്ള അനുസരണം റസൂലിനുള്ള ഇബാദത്തല്ല, റസൂലിനുള്ള അനുസരണം അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. അള്ളാഹ്ക്കുള്ള അനുസരണോ അള്ളാഹ്ക്കുള്ള ഇബാദത്ത്. അള്ളാഹിനെ ഒരാൾ അനുസരിക്കുന്നു, അത് അള്ളാഹ്ക്കുള്ള ഇബാദത്ത്. ഉമ്മാനെ ഒരാൾ അനുസരിക്കുന്നു, അത് ഉമ്മാക്കുള്ള ഇബാദത്താണോ? അല്ല. വ്യത്യാസോ? എന്തുകൊണ്ടാണ് ഉമ്മാക്കുള്ള അനുസരണം അത് ഉമ്മാക്കുള്ള ആരാധനയാകാതെയായത്? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അനുസരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഇബാദത്താകാതിരുന്നത്? ഉമ്മാക്ക് അനുസരിക്കുന്നത് ഉമ്മ അടിമ എന്ന വിശ്വാസത്തിലാണ്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുന്നത് അള്ളാഹുവിന്റെ അടിമ എന്ന നിലക്കാണ്. അതുകൊണ്ട് ഉമ്മാനെയോ ഉസ്താദിനെയോ റസൂലിനെയോ അനുസരിച്ചാൽ അതവർക്കുള്ള ഇബാദത്താകൂല. എന്നാൽ അള്ളാഹുവിനെ അനുസരിച്ചാൽ അതെന്തുകൊണ്ടാണ് ഇബാദത്താകുന്നത്? അത് ഉടമ എന്ന വിശ്വാസത്തിലാണ്, ഇലാഹ് എന്ന വിശ്വാസത്തിലാണ്, ആരാധ്യൻ എന്ന വിശ്വാസത്തിലാണ്. അപ്പൊ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ ജമാഅത്തെ ഇസ്ലാമി തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വചനം, സൂറത്ത് നൂഹിലെ ഈ ഒരൊറ്റ വചനം, മൂന്നാമത്തെ ഈ വചനം വളരെ ക്ലാരിറ്റി വരുത്തിയൊരു വചനമാണ്. വഹാബികൾ പഴച്ചുപോയി എന്നതിനും വളരെ ക്ലാരിറ്റിയാണ് ഈ വചനം. വഹാബികൾ എല്ലാ ദുആവും എല്ലാ പ്രാർത്ഥനയും ഇബാദത്താണ് എന്ന് പറയുന്നതിന്റെ വാദം മുനയൊടിക്കുന്ന ആയത്തും കൂടിയാണ് ഈ ആയത്ത്. ഇനിയോ വേറൊരു മൗലവി അതിന് വേറൊരു ഉദാഹരണം പറയണേ. അതെന്താ അറിയോ? എല്ലാ ഇത്താഴത്തും ഇബാദത്തല്ല, എല്ലാ ഇബാദത്തും ഇത്താഴത്തല്ല എന്നൊക്കെ ഇങ്ങനെ കെട്ടിമറിഞ്ഞിട്ട് മൗലവി ജമാഅത്തുകാർക്ക് തൗഹീദ് പഠിപ്പിക്കണ കൂട്ടത്തിൽ മൂപ്പരൊരു ഉദാഹരണം പറയുന്നുണ്ട്. എല്ലാ മത്തിയും മത്സ്യമാണ്, എന്നാൽ എല്ലാ മത്സ്യവും മത്തിയല്ല. ആ മത്തി മസാലയും കൂടി പറഞ്ഞാൽ ക്ലിയർ ആണ്. അക്കീം മൗലിയാരെ പ്രാർത്ഥന ബദരീങ്ങൾക്കുള്ള ഇബാദത്തോ ബദരീങ്ങൾ അക്കീം ഉസ്താദിന്റെ ഇലാഹോ അല്ല എന്ന് ക്ലിയർ ആവും. പിന്നെ ഇബാദത്ത് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ദുആ പറയുമ്പോഴുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പറച്ചില്. അപ്പറച്ചിൽ 21 മുതൽ പറഞ്ഞു ജമാഅത്തേരായിട്ട് തെറ്റി, പിന്നെ ചേകന്നൂരായിട്ട് തെറ്റി, ഇപ്പങ്ങൾ തമ്മിൽ തെറ്റിക്കൊണ്ടേ നിൽക്കുകയാണ്. അത് ഈ ദുആ ഉരുട്ടിക്കളിച്ചിട്ടാണ്. മനസ്സിലാക്കിയാൽ മതി. എല്ലാ ഇബാദത്തും അനുസരണമാണ്, എന്നാൽ എല്ലാ അനുസരണവും ഇബാദത്തല്ല. എന്നാൽ എല്ലാ ദുആവും ഇബാദത്തല്ല, എല്ലാ ഇബാദത്തും ദുആവുമല്ല. ചില ദുആ ഇബാദത്താണ്, ചില ഇബാദത്ത് ദുആവുമാണ്. ക്ലിയർ? എങ്ങനെ? എല്ലാ ഇബാദത്തും അനുസരണമാണ്. ആർക്കുള്ള അനുസരണം? അള്ളാഹ്ക്കുള്ള അനുസരണമാണ്. എന്നാൽ എല്ലാ അനുസരണവും എന്തല്ല, ഇബാദത്തല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നും കൂടി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ മത്തിയും മീനാണ്, എന്നാൽ എല്ലാ മീനും മത്തിയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂല. അതാണ് ഈ മത്തി മസാല നേരെ മറ്റൊരു കോലത്തിൽ ദുആയിലേക്കും കൊണ്ടുപോയാൽ മതി. എല്ലാ ദുആവും ഇബാദത്തല്ല, എല്ലാ ഇബാദത്തും ദുആവുമല്ല. ഉടമയാണ് ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള അർത്ഥനയാണ് ഇബാദത്ത്. കാരണം പരിശുദ്ധ ഖുർആനിൽ 237 സ്ഥലത്ത് ദുആ എന്ന പദം
പദം പ്രയോഗിച്ചിട്ടുണ്ട്. ആ പദം പ്രയോഗിച്ചത് 16 അർത്ഥത്തിലാണ്. അതിൽ ഒരർത്ഥം മാത്രമാണ് ഇബാദത്താകുന്ന അർത്ഥമുള്ളത്. ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. എന്നാൽ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന ഔലന്നാസി ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവനാണ്. അത് അല്ലാഹുവിന്റെ ഖുർആനും പറഞ്ഞിട്ടുണ്ടല്ലോ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. അതേ, മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഏറ്റവും ബന്ധപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മാ തറക ദൈനൻ ഔ ലൈആ, നിങ്ങൾക്ക് വല്ല കടങ്ങളും വന്ന് കുടുങ്ങിപ്പോയാൽ, ഔ ലൈഅതൻ, അല്ലെങ്കിൽ വല്ല പ്രാരാബ്ദങ്ങളിലും പ്രയാസങ്ങളിലും നിങ്ങൾ പെട്ടുപോയാൽ, ഫദ്ഉനി ഫദ്ഉനി ഫദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോളി, എന്നോട് തേടിക്കോളൂ എന്ന് ഖാല റസൂലുള്ളാഹി. രണ്ടും ഉദൂനിയാണ്. ഉദൂനി അസ്തജിബ് ലക്കും എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. അത് അല്ലാഹു ആണെന്ന വിശ്വാസത്തിൽ, ആരാധ്യനാണെന്ന വിശ്വാസത്തിൽ, ഉടമക്കാരനാണെന്ന വിശ്വാസത്തിലുള്ള തേട്ടമാണ്. എന്നാൽ മാ തറക ദൈനൻ ഔ ലൈഅതൻ ഫദ്ഉനി എന്ന് പറഞ്ഞിടത്ത് അടിമയാണ്, ഇടയാളനാണ് എന്ന അർത്ഥത്തിലുള്ള വിളിയും തേട്ടവുമാണ്. വല്ലാഹു മുഅ്തിയന ഖാസിം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുവാണ് നൽകുന്നവൻ, അല്ലാഹുവാണ് നിർമ്മിക്കുന്നവൻ, അല്ലാഹുവാണ് അധികാരി, ഞാൻ അതിന്റെ സപ്ലയറാണ്. അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത് ഇതിന്റെ ദാതാവ്, നിർമ്മാതാവ്, അധികാരി, ആരാധ്യൻ, ഇലാഹ് എന്ന നിലക്കാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ തേടുന്നതോ അവിടുന്ന് ഹബീബായ തങ്ങളാണ്, ഇടയാളരാണ്, റബ്ബിന്റെ അടിമയാണ്. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ. വളരെ ലളിതമായി ഇസ്ലാമിലെ തൗഹീദ് അല്ലാഹു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇലാഹാണെന്ന വിശ്വാസത്തിൽ, ആരാധ്യനാണെന്ന ബോധ്യത്തിൽ അല്ലാഹുവിനോടല്ലാതെ നിങ്ങൾ തേടാൻ പാടില്ല. അതിന് പകരം വഹാബികൾ കുറെ കുത്തിത്തിരിപ്പുണ്ടാക്കി. അതിലൊന്നാണ് എന്ത്, മരിച്ചവരോട് തേടിയാലാണ് പ്രാർത്ഥനയാകുക, പടച്ചോനാക്കലാകുക എന്നാണ്. അപ്പൊ മരിച്ചവരോട് വിളിക്കുമ്പോഴും തേടുമ്പോഴാണ് പ്രാർത്ഥനയാകുന്നതെങ്കിൽ, വഹാബികൾ വഹാബി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയാകണമെങ്കിൽ വഹാബി ദൈവം മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വരണം.